we are moving to our second exercise of 13th chapter surface areas and volumes. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് എക്സസൈസ് കവർ ചെയ്തിരുന്നു. അത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് എ സോളിഡ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ഇവിടെ നമ്മൾ വോളിയം ആയിട്ടുള്ള വോളിയം ഓഫ് സോളിഡ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സസൈസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. A solid is in the shape of a cone standing on a hemisphere. Okay, ഒരു സോളിഡിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിലായിട്ട് ഒരു കോണിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ രീതിയിലാണ് വരുന്നത്. ഇതാ ഇവിടെ ഹെമിസ്ഫിയർ നിങ്ങൾക്ക് കാണാം, അതേപോലെ കോണും കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ സോളിഡ് എന്ന് പറയുന്നത്. വിത്ത് both their radii being equal to 1 centimeter. അതായത് ഈ ഒരു സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരെയൊക്കെ കൊണ്ടാണ്? കോൺ അതേപോലെ ഹെമിസ്ഫിയർ ആണല്ലോ. കോൺ ഉണ്ട്, പിന്നെ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോ ഇതിന്റെ രണ്ടിന്റെയും റേഡിയസ് സെയിം ആണ് എന്നാണ് നമ്മൾക്ക് പറയുന്നത്. വിത്ത് ബോത്ത് their radii being equal to എത്രയാണ്? 1 centimeter. So we can write r is equal to എത്രയാണ്? 1 centimeter. ഇവിടെയും r is equal to 1 centimeter. പിന്നെ നമ്മൾക്ക് പറയുന്നത് and the height of the cone is equal to its radius. That is height of the cone. That means ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോരുത്, നമുക്ക് ഹൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്, സ്ലാൻഡ് ഹൈറ്റ് എന്നല്ല. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം വെറും ഹൈറ്റ് എന്നുള്ള രീതിയിൽ വന്നിരുന്നാൽ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതാണ് നമുക്ക് എന്തെന്ന് എടുക്കാൻ പറ്റും? is equal to radius which is equal to എത്രയാണ്? 1 centimeter എന്നാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ. ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. We have to find the volume of the solid in terms of pi. അതായത് പൈയുടെ ടേംസിലാണ് കണ്ടുപിടിക്കുന്നത്. which means പൈയുടെ വാല്യൂ ആയ 3.14 അല്ലെങ്കിൽ 22/7 ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണ്ട? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. പൈ അതേപോലെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇൻ ടേംസ് ഓഫ് പൈയിൽ ആ ഒരു തരത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വോളിയം ഓഫ് ദി സോളിഡ്. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് ദി സോളിഡ്, വോളിയം ഓഫ് ദി സോളിഡ് is equal to എന്തായിരിക്കാം? ഈ ഒരു സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെ കൊണ്ടാണ്? A hemisphere and a cone. So volume of the solid will be equal to the sum of the volume of the conical part. Okay, sum of the volume of the conical part and volume of the hemisphere. Okay, volume of the hemisphere. Clear? അപ്പൊ ഈ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കോണും ഹെമിസ്ഫിയറും കൊണ്ടായതുകൊണ്ട് ഈ ഒരു സോളിഡിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഒരു കോണിക്കൽ പാർട്ടിന്റെ വോളിയത്തിനും അതേപോലെ ഈ ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇത് വോളിയം ആണ്, ടോട്ടൽ. ഓക്കെ, നമുക്ക് സർഫസ് ഏരിയ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവരുത്. ഇപ്പൊ സർഫസ് ഏരിയയുടെ കേസ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു ഇതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, വളഞ്ഞിരിക്കുന്ന ആ ഒരു വശവും അതേപോലെ കോണിന്റെ വളഞ്ഞിരിക്കുന്ന വശവും മാത്രമേ നമുക്ക് സർഫസ് ഏരിയയിൽ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഈ അടിയിലത്തെ ബേസ് ഏരിയ നമുക്ക് എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് ദ കോണിക്കൽ പാർട്ട്, ഒരു കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 1/3 പൈ r സ്ക്വയർ h. ഓക്കെ, കോണിന്റെ വോളിയം ആണ് എത്ര? 1/3 പൈ r സ്ക്വയർ h. ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? 2/3 പൈ r ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇത് ഇന്ന് കോമൺ ആയിട്ടുള്ളവരെ എനിക്ക് വെളിയിൽ എടുക്കും. ഇവിടെ ഒരു 1/3 ഉണ്ട്, ഇവിടെ 2/3 ഉണ്ട്. സോ അതിൽ നിന്ന് എനിക്ക് കോമൺ ആരെ എടുക്കാം? 1/3 എടുക്കാൻ പറ്റും. ഇവിടെ പൈ ഉണ്ട്, സോ പൈ ക്യാൻ ബി ടേക്കൺ. r സ്ക്വയർ, ഇവിടെ r ക്യൂബ് ഉണ്ട്. അങ്ങനെ r ക്യൂബിൽ നിന്ന് എനിക്ക് ഒരു r സ്ക്വയറിനെ എടുക്കാൻ പറ്റും, ഇവിടെ നിന്ന് r സ്ക്വയറിനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കോമൺ എടുത്തു. ഇനി ഇവിടെ ആരൊക്കെയാണുള്ളത്? 1/3 പൈ r സ്ക്വയർ കോമൺ എടുത്തു. ഇനി ഇവിടെ ലെഫ്റ്റ് ചെയ്യുന്നത് h മാത്രമാണ്, പ്ലസ്. ഓക്കെ, 2/3 നിന്ന് 1/3 എടുത്താൽ പിന്നെ അവിടെ ആര് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? 2 മാത്രമാണ്. പൈ നമ്മൾ പുറത്തെടുത്തു, r ക്യൂബിൽ നിന്നും ഒരു r സ്ക്വയർ പുറത്തെടുത്തു. സോ റിമൈനിങ് വെറും ഒരു r മാത്രം is equal to, ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം എക്സെപ്റ്റ് പൈയുടെ വാല്യൂ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ വാല്യൂസും കൊടുക്കാം. 1/3 പൈ അതേപോലെ നിൽക്കട്ടെ. r സ്ക്വയറിന് പകരം ആരാണ്? 1 ന്റെ സ്ക്വയർ which is also equal to 1. ഓക്കെ, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 1 പ്ലസ് 2 ഇൻറ്റു 1. ഓക്കെ, which is equal to 1/3 പൈ. ഈ ഇൻറ്റു 1 ഇനി കൊടുക്കുന്നില്ല. 1 plus 2 into 1. 2 into 1 is equal to 2. 1 plus 2 which is equal to 3. അപ്പം ഈ 3 ക്യാൻസൽ ആയി നമുക്ക് പൈ. ഓക്കെ, അപ്പൊ പൈ എന്നാണ് വാല്യൂ കിട്ടിയത്.
നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോളിഡിന്റെ വോളിയം ആണ്. സോളിഡിന്റെ ബാക്കി ഡയമെൻഷൻസ് എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് വോളിയം ഓഫ് ദിസ് സോളിഡ് ഈസ് സെന്റിമീറ്റർ, 5 centimeter cube. Okay. So students, we are moving to the second question of our exercise 13.2. Question ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം. ഞാൻ ഒരു ഹാഫ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ, പറയാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. റേച്ചൽ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ആ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനോട് ഒരു മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ മോഡൽ ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിലിണ്ടറിന്റെ 2 സൈഡുകളിലായിട്ട് എന്ത് ചെയ്യണം, കോൺ പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് വേണ്ടത്, ആ ഒരു മോഡൽ വേണ്ടത്. അതായത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട് ആണല്ലോ. ഈ സിലിണ്ടറിന്റെ 2 എൻഡുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, കോൺ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, റേച്ചലിന്റെ മോഡല് വരേണ്ടത്. ഓക്കെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ദ ഡയമീറ്റർ ഓഫ് ദ മോഡൽ ഈസ് 3 സെന്റിമീറ്റർ. അതായത് ഈ ഒരു മോഡലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതേപോലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. നോക്കേ, ഈ ഒരു മോഡലിന്റെ ഈ കോണിന്റെ ഈ ടിപ്പ് മുതൽ ഈ കോണിന്റെ ഈ ടിപ്പ് വരെയുള്ള ലെങ്ത് ആണ് നമുക്ക് തന്നിരിക്കുന്ന 12 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇഫ് ഈച്ച് കോൺ ഹാസ് എ ഹൈറ്റ് ഓഫ് 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള 2 കോണുകൾ ഉണ്ടല്ലോ സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന, ഈ 2 കോണുകളുടെ ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നു, 2 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ ദാറ്റ് റേച്ചൽ മെയ്ഡ്. അതായത് റേച്ചൽ ഉണ്ടാക്കിയ ഈ ഒരു മോഡലിന്റെ അകത്ത് എത്ര എയർ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് ദിസ് മോഡൽ ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുക വോളിയം ഓഫ് ദി മോഡൽ. ഓക്കെ, വോളിയം ഓഫ് ദി മോഡൽ is equal to volume of the. നോക്കിക്കേ, ഈ ഒരു മോഡൽ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു സിലിണ്ടർ, 2 കോണുകൾ. ഓക്കെ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട്. ഓക്കെ, വോളിയം ഓഫ് ദി സിലിണ്ടറിക്കൽ പാർട്ട് പ്ലസ്, ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് 2 കോണുകളുണ്ട്. ഈ 2 കോണിന്റെയും ഹൈറ്റും അതേപോലെ ഡയമീറ്ററും എന്താണ്, നമുക്ക് സെയിം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അവിടെ 2 പ്രാവശ്യം അത് കൂട്ടുന്നതിന് പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 into വോളിയം ഓഫ് കോൺ. ഓക്കെ, വോളിയം ഓഫ് കോണിക്കൽ പാർട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അറിയാവുന്നത്, ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, പൈ r square h. ഓക്കെ, പൈ r square h ആണല്ലോ. ഇനി 2 into ഒരു കോണിക്കൽ പാർട്ട് അല്ലെങ്കിൽ കോണിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, 1/3 പൈ r square h. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 h വന്നു. ഈ റേഡിയസ് എന്ന് പറയുന്നത് 2 പേർക്കും എന്താണ്, സെയിം തന്നെയാണ്. അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നമില്ല. പക്ഷെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 പേർക്കും ഡിഫറെന്റ് ആണല്ലോ. h എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഹൈറ്റും ഇവിടുത്തെ h എന്ന് പറയുന്നത് കോണിന്റെ ഹൈറ്റും ആണ്. സോ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് സ്പെസിഫൈ ചെയ്ത് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ h സിലിണ്ടർ എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുകയാണ്, ഇവിടെ h കോൺ എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, കാര്യം വ്യക്തമാണ്. കാരണം എന്താണ്, സിലിണ്ടറിന്റെയും കോണിന്റെയും സിലിണ്ടറിക്കൽ പാർട്ടിന്റെയും കോണിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് സെയിം അല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അത് സ്പെസിഫൈ സെപ്പറേറ്റ് ആൾക്കാരാണ് ഇവര്. സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു എച്ചിന് തന്നെ ഇവർക്ക് 2 പേർക്കുമായിട്ട് അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം പോവാം. ഇവിടെ നോക്കിക്കേ, ഞാൻ ഇതിൽ നിന്നും 2 കോമൺ ആയിട്ട് ആരാണുള്ളത്, പൈ r സ്ക്വയർ ആണുള്ളത്. ഓക്കെ, പൈ r സ്ക്വയർ അതേപോലെ എഴുതി. പിന്നെ ഇവിടെ ആരുണ്ട്, ഹൈറ്റ് ഓഫ് സിലിണ്ടർ. ഓക്കെ, h. ഓക്കെ, നെക്സ്റ്റ് ഒരു 2 ഉണ്ട്, ഒരു 3 ഉണ്ട്. സോ 2/3 പൈ r സ്ക്വയർ പോയി. പിന്നെ നമുക്ക് അവിടെ ഉള്ള ഹൈറ്റ് ഓഫ് കോൺ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ടത് ആരൊക്കെയാണ്, നമുക്ക് റേഡിയസ് വേണം, സിലിണ്ടറിന്റെ ഹൈറ്റ് വേണം, കോണിന്റെ ഹൈറ്റ് വേണം. ഇത്രയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ആരൊക്കെയാണ്, സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ, പിന്നുള്ളത് കോൺ. 2 കോണുകളുണ്ട്. ഓക്കെ, അപ്പോ ഈ 2 കോണുകളുടെയും ഡയമെൻഷൻസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ കോണ രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ നോക്കാം, എന്തൊക്കെ വേണം, റേഡിയസ് വേണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 പേർക്കും സെയിം ആണ്. കാരണം എന്താണ്, നമുക്ക് ഇതാ അതേ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ സിലിണ്ടറിന്റെ സൈഡിന്റെ ഡയമീറ്ററിൽ ഫുൾ ആയിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് കോൺ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോണിന്റെ ഈ ഒരു ബേസിൽ ഉണ്ടാവുന്ന എന്തെന്ന് പറയുന്നത്, ബേസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ റേഡിയസിനോട് എന്താണ്, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, റേഡിയസ്
റേഡിയസ് ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് 3. അപ്പം ഞാൻ എന്തെന്ന് 3/2 അല്ലെങ്കിൽ 1/5 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ 3/2 എന്ന് തന്നെ കൊടുക്കുകയാണ് സെന്റിമീറ്റർ. അതേപോലെ കോണിന്റേത് എന്താണ്? 3/2 തന്നെയാണ്. അപ്പൊ R ഈസ് ഈക്വൽ ടു 3/2 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇനി നമുക്ക് എന്ത് വേണം? രണ്ടുപേരുടെയും ഹൈറ്റ് വേണം ആണല്ലോ. അപ്പൊ ഹൈറ്റ് ഓഫ് സിലിണ്ടർ, അതേപോലെ നമുക്ക് വേണ്ടത് ഹൈറ്റ് ഓഫ് കോൺ. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ഹൈറ്റ് ഓഫ് സിലിണ്ടർ ആണല്ലോ, നമുക്ക് ഹൈറ്റ് ഓഫ് കോൺ നേരിട്ട് തന്നിട്ടുണ്ട്. ഇഫ് ഈച്ച് കോൺ ഹാസ് എ ഹൈറ്റ് ഓഫ് 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് കോൺ എത്ര എഴുതാം? 2 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് ആരെയാണ് വേണ്ടത്? ഹൈറ്റ് ഓഫ് സിലിണ്ടർ. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 12 ഉണ്ട് ആണല്ലോ. പിന്നെ ആലോചിച്ച് നോക്കിയതാ ഈ ഒരു പോയിന്റ് മുതൽ ഇവിടം വരെ എത്രയുണ്ട്? 2 സെന്റിമീറ്റർ. ഓക്കെ, അതായത് ഇത്രയും ഭാഗം നമുക്ക് 2 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇപ്പുറത്തും അത്രയും ഭാഗം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ മൊത്തം 12 ഉണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും 2 വീതം പോകുന്നു. മൊത്തത്തിൽ 4 പോയാൽ ബാക്കി എത്ര ലെഫ്റ്റ് ചെയ്യുന്നു? 8 സെന്റിമീറ്റർ. ഇതല്ലേ നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്? ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ ഹൈറ്റ് എത്ര കിട്ടി? 8 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. πr². അപ്പൊ നോക്കിക്കേ, പൈയുടെ വാല്യൂ 22/7 ആണ്. നമുക്ക് r² ഉണ്ട്, അതിന് പകരം 3/2. അപ്പൊ 3/2 2 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ഇൻറ്റു 3/2 × 3/2 എന്ന് എഴുതിയാണ്. ഓക്കെ, 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് നോക്കാം ഹൈറ്റ് ഓഫ് സിലിണ്ടർ എത്രയാണ്? 8. ഓക്കെ, പ്ലസ് 2/3 ഇൻറ്റു ഹൈറ്റ് ഓഫ് കോൺ എത്രയാണ്? 2. അപ്പൊ 2/3 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4/3 എന്നുള്ള രീതിയിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 22/7 അതേപോലെ കൊടുക്കുക, പ്ലസ് 3/2 × 3/2. ഓക്കെ, ഇൻറ്റു നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 3. ഓക്കെ, 8 × 3 ഈസ് ഈക്വൽ ടു 24. 24 പ്ലസ് 4 എത്രയാണ്? 28. 28 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 28 ഡിവൈഡഡ് ബൈ 3. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് LCM മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഡൗട്ട് ഉള്ള കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. എങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത്? 8 + 4/3 ആണ് കൂട്ടേണ്ടത്. നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഇതാണ്ട് ഇതിനെ എത്രയാണ്? നമുക്ക് 8/1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താല് ഇതിനെ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 8 × 3 ആരാണ്? 8 × 3 24. അടുത്ത സൈൻ എന്താണ്? പ്ലസ്. അത് അതേപോലെ കൊടുക്കുക. 4 × 1 എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 1 × 3 എത്രയാണ്? അതായത് നമ്മൾ ആദ്യം ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവരെ തമ്മിൽ ഈ നടുത്തത് സിമ്പിൾ അതേ കൊടുത്തിട്ട് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ സിമ്പിൾ കൊടുത്തിട്ട് ഡിനോമിനേറ്ററിലുള്ള രണ്ടുപേരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 ഓക്കെ എന്നുള്ള രീതി കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? 28/3. നിങ്ങൾ LCM മെത്തേഡിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിച്ചിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമായിട്ട് ഈ രീതിയിൽ നമുക്ക് അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. അത് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 3 ഉണ്ട്, ഈ മുകളിൽ ഒരു 3 ഉണ്ട്. അപ്പൊ ഡിനോമിനേറ്റർ ഒരു 3യും ഇവിടുത്തെ 3യും തമ്മിൽ വെട്ടിപ്പോയി ആണല്ലോ. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 22 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 11 എന്ന് പറഞ്ഞൂടെ? അതേപോലെ ഇവിടെ ഒരു 7 ഉണ്ട് ആണല്ലോ. ഇത് ഇൻറ്റു ആണ്. ഓക്കെ, ഇവിടെ ഒരു 7 ഉണ്ട്. ഈ 7 ഇവിടുത്തെ 28 നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതേപോലെ ഈ 2ഉം ഈ 4ഉം നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇനി നമുക്ക് വെട്ടിക്കളയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ ബാക്കി ലെഫ്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒരു 11 ഇൻറ്റു ഡിനോമിനേറ്റർ ഉള്ള എല്ലാവരും പോയി. 11 ഉണ്ട്, ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. ഓക്കെ, അപ്പം 11 × 3 × 2. 3 × 2 എത്രയാണ്? 6. 6 × 11 which is equal to 66. നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വോളിയം. നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻസിന്റെ യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ. സോ നമുക്ക് സെന്റിമീറ്റർ ക്യൂബ്. 66 centimeter cube is the volume of the model made by Rachel. Okay. So students, we are moving to our third question. ഈ question നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നോക്കുക, a gulab jamun contains sugar syrup up to about 30% of its volume. ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ബേക്കറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അതിന്റെ അകത്ത് അതിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 30% എന്താണ്? അതിന്റെ അകത്ത് ഷുഗർ സിറപ്പ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫൈൻഡ് അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് സിറപ്പ് വുഡ് ബി ഫൗണ്ട് ഇൻ 48 ഗുലാബ് ജാമുൻസ്. അങ്ങനെയാണെങ്കിൽ അതായത് ഒരെണ്ണത്തിൽ 30% എന്താണ്? ഷുഗർ സിറപ്പ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 45 ഗുലാബ് ജാമുനിൽ എത്ര ഷുഗർ സിറപ്പ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഗുലാബ് ജാമുന്റെ ഷേപ്പ് നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഈച്ച് ഷേപ്ഡ് ലൈക്ക് എ. അതായത് 45 എണ്ണത്തിൽ ഓരോന്നിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്?
a cylinder with two hemispherical sides, okay, with length 5 centimeter and a diameter 2.8 centimeter. ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ആ ഒരു സിലിണ്ടറിന്റെ രണ്ട് സൈഡുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഓരോ ഹെമിസ്ഫിയർ ഉണ്ട്. ഓക്കെ, ഓരോ ഹെമിസ്ഫിയർ ഉണ്ട്. ആൻഡ് ഈ ഒരു ടോട്ടൽ ഇതിന്റെ സോളിഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗുലാബ് ജാമുന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്ററും ഡയമീറ്റർ എത്രയാണ്? 2.8 മീറ്ററുമാണ്. ഓക്കെ, സോറി 2.8 സെന്റിമീറ്ററുമാണ്. ഈ ഒരു ടോട്ടൽ സോളിഡ് അല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് തന്നിട്ടുള്ള ഗുലാബ് ജാമുന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2.8 സെന്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ഗുലാബ് ജാമുന്റെ അകത്ത് 30% എന്തുണ്ട്? ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ 45 അങ്ങനെയുള്ള ഗുലാബ് ജാമുന്റെ അകത്ത് മൊത്തം എത്ര ഷുഗർ സിറപ്പ് ഉണ്ട്? അതായത് നമുക്ക് ആ ഷുഗർ സിറപ്പിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പോഴത്തേക്കും ഒന്ന് ആലോചിക്കുക, നമുക്ക് ആദ്യം ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കാം. ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാലേ 45 എണ്ണത്തിന്റെ കണ്ടുപിടിക്കാൻ പറ്റും ആണല്ലോ. അപ്പൊ നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ്? വോളിയം ഓഫ്, ഓക്കെ, വോളിയം ഓഫ് 1 ഗുലാബ് ജാമുൻ. ഓക്കെ, 1 ഗുലാബ് ജാമുൻ. ഓക്കെ, ഞാൻ GJ എന്ന് കൊടുക്കുകയാണ്. അപ്പം ഗുലാബ് ജാമുന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വോളിയം ഓഫ് ദിസ് സിലിണ്ട്രിക്കൽ പാർട്ട് ആണല്ലോ, ടോട്ടൽ വോളിയം ആണ്, അല്ലാതെ ഷുഗർ സിറപ്പ് ഇരിക്കുന്ന വോളിയം അല്ല നമ്മൾ എടുക്കുന്നത്. ഗുലാബ് ജാമുൻ, ഒരു ഗുലാബ് ജാമുന്റെ ടോട്ടൽ വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ 30% പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഗുലാബ് ജാമുന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ കൂടെ 2 വട്ടം, ഈ ഹെമിസ്ഫിയറിന് രണ്ടും സെയിം റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് 2 വട്ടം ഈ സിലിണ്ടേഴ്സിന്റെ വോളിയംസ് ആഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് 1 ഗുലാബ് ജാമുൻ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ്, ഓക്കെ, വോളിയം ഓഫ് എന്താണ്? സിലിണ്ട്രിക്കൽ പാർട്ട്. ഓക്കെ, വോളിയം ഓഫ് സിലിണ്ട്രിക്കൽ പാർട്ട് പ്ലസ് വോളിയം ഓഫ് എന്താണ്? 2 into വോളിയം ഓഫ്, ഓക്കെ, 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ, 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയേഴ്സ്. അപ്പോ ഒരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ്. ഓക്കെ, പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് ഇവിടെ നമുക്കൊരു 2 ഉണ്ട്, അതോടെ നിൽക്കട്ടെ, 2 into വോളിയം ഓഫ് ഹെമിസ്ഫിയർ കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്? 2/3 പൈ ആർ ക്യൂബ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അത് നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് പൈ ഉണ്ട്, നമുക്ക് ആർ സ്ക്വയർ ഇത്രയും കോമൺ എടുക്കാൻ പറ്റും. നോക്കിക്കേ, പൈ ആർ സ്ക്വയർ ഇവിടെ നിന്ന് പോയാൽ ഇവിടെ എച്ച് ആണുള്ളത്, പ്ലസ് 2 into 2/3 പൈ ആർ ക്യൂബ്. അപ്പൊ 2 into 2/3 നമുക്ക് എടുക്കാൻ പറ്റില്ല. 2 into 2/3 is equal to 4/3. അത് അവിടെ തന്നെ നിൽക്കട്ടെ. പൈ നമ്മൾ പുറത്തെടുത്തു, ആർ ക്യൂബിൽ നിന്ന് ഒരു ആർ സ്ക്വയർ പുറത്തെടുത്തു, ബാക്കി അവിടെ ലെഫ്റ്റ് ചെയ്യുന്നത് ഒരു 6 മാത്രമാണ്. അപ്പൊ നമുക്കിവിടെ റേഡിയസ് വേണം, ഹൈറ്റ് വേണം ആണല്ലോ. ഓക്കെ, അപ്പോഴത്തേക്കും ശ്രദ്ധിക്കാം, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ആരുടെ ഹൈറ്റ് ആണ്? നോക്കേ, സിലിണ്ടറിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ടോട്ടലി ഗുലാബ് ജാമുന്റെ ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിക്കൽ പാർട്ടിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എഴുതാം. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഇതാ നോക്കുക, സിലിണ്ടർ ഉണ്ട് ആണല്ലോ, സിലിണ്ടർ, അതേപോലെ ഹെമിസ്ഫിയർ, രണ്ടും ഒരേ റേഡിയസ് ഉള്ള ഹെമിസ്ഫിയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, രണ്ടായിട്ട് എഴുതുന്നില്ല, ഒറ്റ ഇതായിട്ട് എഴുതിയാണ്. സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡയമീറ്റർ 2.8 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2.8ന്റെ പകുതി എത്രയാണ്? 1.4 സെന്റിമീറ്റർ. ഓക്കെ, 1.4 സെന്റിമീറ്റർ. സിലിണ്ടറിന്റെ അതേ റേഡിയസ് തന്നെയാണ് ആർക്ക്? ഹെമിസ്ഫിയറിന്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെമിസ്ഫിയറിന്റെ കേസിലും R is equal to 1.4 സെന്റിമീറ്റർ എന്ന് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? സിലിണ്ടറിന്റെ ഹൈറ്റ് വേണം. ഓക്കെ, സിലിണ്ടറിന്റെ ഹൈറ്റ് വേണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ടോട്ടൽ എത്രയുണ്ട്? 5 സെന്റിമീറ്റർ ആണല്ലോ. ഈ 5 സെന്റിമീറ്ററിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? നോക്കിക്കേ, ഇവിടം വരെ എത്രയുണ്ട്? 1.4 സെന്റിമീറ്റർ ആണുള്ളത് ആണല്ലോ. അതേപോലെ ഇവിടം വരെ എത്രയാണ്? 1.4 സെന്റിമീറ്റർ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ 5 സെന്റിമീറ്ററിൽ നിന്നും, ഓക്കെ, ടോട്ടൽ 5 സെന്റിമീറ്ററിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ഈ 1.4നെയും ഈ 1.4നെയും കുറയ്ക്കണം. അതായത് 1.4 plus 1.4 2.8നെയാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. 5 സെന്റിമീറ്ററിൽ നിന്നും 2.8 കുറയ്ക്കുമ്പോൾ we get 2.2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അതായത് ഇതാണ്ട് സിലിണ്ടറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് 2.2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്കാം,
which is equal to 2.2 centimeter. Okay, അപ്പൊ നമുക്ക് h കിട്ടി r കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ പൈയുടെ വാല്യൂ കൊടുക്കുക 22/7 ആണ്. r എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമുക്ക് 1.4. സോ 1.4 into 1.4 എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ഇൻറ്റു ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? 2.2. ഓക്കെ, 2.2 പ്ലസ് 4/3 into r എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. സോ 4 into r, അതായത് 4 into 1.4 which is equal to എത്രയാണ്? 5.6 divided by 3. ഓക്കെ, ഈ രീതിയിൽ കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാം. അതായത് 7 1.4 എത്രയുണ്ട്? 0.2 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 0.2 into 1.4 എത്രയാണ്? 0.28. ഓക്കെ, അപ്പൊ ഇതിനെ ടോട്ടലി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ് 25.05 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, നമ്മുടെ ഡയമെൻഷൻസ് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ക്യൂബിക് യൂണിറ്റ്സിലാണ് എടുക്കേണ്ടത്. സോ സെന്റിമീറ്റർ ക്യൂബ്, അതായത് ഒരു ഗുലാബ് ജാമുന്റെ വോളിയം നമുക്ക് എത്രയാണ് കിട്ടിയത്? 25.05 സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 45 ഗുലാബ് ജാമുന്റെ അകത്ത് 30% വീതം എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്നാ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ഗുലാബ് ജാമുന്റെ ടോട്ടൽ വോളിയം കിട്ടി. ഇനി നമുക്ക് 45 ഗുലാബ് ജാമുന്റെ വോളിയം ടോട്ടൽ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. വോളിയം ഓഫ് 45 ഗുലാബ് ജാമുൻസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരെണ്ണത്തിന്റെ കിട്ടിയില്ലേ, അങ്ങനെയാണെങ്കിൽ 45 എണ്ണത്തിനെ കണ്ടുപിടിക്കാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് 45 ഇൻറ്റു, ശ്രദ്ധിക്കാം, 45 ഇൻറ്റു 25.05. ഓക്കെ, അപ്പൊ ഒരെണ്ണത്തിന്റെ ഉണ്ട്, അതിന് 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് വോളിയം ഓഫ് 45 ഗുലാബ് ജാമുൻ വിച്ച് ഇസ് ഈക്വൽ ടു 1127.25. ഓക്കെ, 25 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമുക്ക് 45 ഗുലാബ് ജാമുന്റെ വോളിയം കിട്ടി. ഇനി നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 30%, ഒരു ഗുലാബ് ജാമുന്റെ അകത്ത് 30% ഷുഗർ സിറപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 45 ഗുലാബ് ജാമുന്റെ അകത്ത് എത്ര ഷുഗർ സിറപ്പ് ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇത് വേറൊരു രീതിയിൽ ചെയ്യാമായിരുന്നു. എങ്ങനെയാണ്? അതായത് ഒരു ഗുലാബ് ജാമുന്റെ വോളിയം കണ്ടുപിടിച്ചു, അതിന്റെ 30% എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്താലും മതിയായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനിത് കുറച്ചും കൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചിട്ട് 45 എണ്ണത്തിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചു. ഇനി ഈ 45 എണ്ണത്തിന്റെ ടോട്ടൽ വോളിയം ഉണ്ടല്ലോ, ഇതിൽ 30% ആണല്ലോ എന്തെന്ന് പറയുന്നത്? ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പറിന്റെ 30% കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 45 ഗുലാബ് ജാമുനിലും കൂടെ എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് കിട്ടും ആണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ എടുക്കുകയാണ് എന്താണ്? വോളിയം ഓഫ് ഷുഗർ സിറപ്പ്. ഓക്കെ, വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയത്? 1127.25 into അതിന്റെ 30%, which means 30 divided by 100. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 338.17. ഓക്കെ, 338.17 വോളിയം ആണ്. സോ നമുക്ക് സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് വേറെ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു. അത് ക്ലിയർ ആവാത്തവർക്ക് ഒന്നും കൂടെ പറയാണ്. നോക്കിക്കേ, ഒരു ഗുലാബ് ജാമുന്റെ വോളിയം കണ്ടുപിടിച്ചു, അതിന്റെ 30% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ആ 30% ആണല്ലോ എന്തെന്ന് പറഞ്ഞാൽ ഷുഗർ സിറപ്പ്. അങ്ങനെയാണെങ്കിൽ 45 എണ്ണത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ ആ കിട്ടിയതിന് എന്ത് ചെയ്യുക? 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി. കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് പോയത്. ഓക്കെ, so students, we are moving to the fourth question of our exercise 13.2. അപ്പൊ ഇതിലെ ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നോക്കാം, എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ്. ഓക്കെ, നമുക്കൊരു പെൻ സ്റ്റാൻഡ് ഉണ്ട്, അതിന്റെ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ്. ഓക്കെ, ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പിലാണ് വിത്ത് 4 കോണിക്കൽ ഡിപ്രഷൻസ് ടു ഹോൾഡ് പെൻസ്. ഇതില് ഈ പേന ഹോൾഡ് ചെയ്യാനായിട്ട് 4 കോണിക്കൽ ഡിപ്രഷൻസ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഈ ഒരു ഫിഗറിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് നമ്മൾ ആ ഒരു പെൻ സ്റ്റാൻഡിനെ നമ്മൾ സൈഡ് വൈസ് നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഒരു വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ക്യൂബോയിഡിന്റെ ഒരു ഫേസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ ഇതിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. 4 ഡിപ്രഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 ഡിപ്രഷൻസ് തന്നെ, ഈ ഡിപ്രഷന്റെ ഷേപ്പ് എന്താണ്? കോണിന്റെ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിപ്രഷൻസ് എന്ന് പറയുന്നത് കോണിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ഡയമെൻഷൻസ് ഓഫ് ദ ക്യൂബോയിഡ് ആർ 15 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ബൈ 3.5 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ലെങ്ത്,
ബ്രെഡ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി എന്താണ് നമുക്ക് കിട്ടിയത് ക്യൂബോയിഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതി പോവാം. ഓക്കെ, അപ്പം ക്യൂബോയിഡ്. ഓക്കെ, ക്യൂബോയിഡിന്റെ ലെങ്ത്, അതേപോലെ ബ്രെഡ്ത്ത്, അതേപോലെ ഹൈറ്റ്. ഓക്കെ, ഇത്രയും കിട്ടി. എന്തൊക്കെയാണ്? 15 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, അതേപോലെ 3.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ കോണിന്റെ ഹൈറ്റും വരേണ്ടതുള്ളത് കൊണ്ട് ഈ ഹൈറ്റിനെ നമുക്ക് എന്താണ് ക്യൂബോയിഡിന്റെ എന്നുള്ള രീതിയിൽ കാണിക്കാം. ഓക്കെ, h ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3.5 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ h1 h2 എന്നെടുത്താലും മതിയാകും. ഓക്കെ, ഇത് ഞാൻ എന്താണ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഇതിന്റെ ഹൈറ്റ് ആണ് എന്ന് എനിക്ക് ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്യൂബോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ക്യൂബോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആരാ ഉള്ളത്? കോണിക്കൽ ഡിപ്രഷൻസ് ആണ്. എത്ര പേരുണ്ട്? അങ്ങനെ 4 പേരുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഡയമെൻഷൻസ് തന്നിരിക്കുന്നു. The radius of each of the depressions is 0.5 centimeter and depth is 1.4 centimeter. ഓക്കെ, അപ്പോഴത്തേക്കും തന്റെ കോണിന്റെ ഇത് നമ്മൾ എടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതിനെല്ലാം ഒരേ ഡയമെൻഷൻസ് ആയതുകൊണ്ട് ഇതിനെ ഒരു പ്രാവശ്യമേ എഴുതുന്നുള്ളൂ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 സെന്റിമീറ്റർ. ഓക്കെ, റേഡിയസ് ഈസ് ഈക്വൽ 0.5 സെന്റിമീറ്റർ ആൻഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണിക്കൽ ഇതിന്റെ ആഴത്തിനെയാണ് പറയുന്നത്. ആഴം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈറ്റ് ആണ് അല്ലേ? ഹൈറ്റ് ഓഫ് കോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് തെറ്റരുത്. ഹൈറ്റ് ഓഫ് കോൺ ആണ് ഡെപ്ത്. അതായത് നോക്കുക, താഴേക്ക് എത്ര ഈ പെൻ സ്റ്റാൻഡിന്റെ ഇവിടെ നിന്നും താഴേക്ക് എത്ര ആഴമുണ്ട്, ഇതാണ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് അല്ല, കൺസിഡർ ചെയ്യരുത്. അപ്പൊ ഡെപ്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ കോൺ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1.4 സെന്റിമീറ്റർ ആണല്ലോ. നമ്മളുടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് വുഡ് ഇൻ ദ എൻറ്റയർ സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡില് ഉള്ള വുഡിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയേ, സ്റ്റാൻഡ് എന്ത് ഷേപ്പിലാണ്? ക്യൂബോയിഡൽ ഷേപ്പിലാണ്. പക്ഷെ ആകെ ഒരു പ്രശ്നം, ഈ ക്യൂബോയിഡൽ ഷേപ്പിൽ 4 ഡിപ്രഷൻസ് ഉണ്ട്. അതായത് ആ ഭാഗത്ത് എന്തില്ല? വുഡ് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ദ ഹോൾ ക്യൂബോയിഡിന്റെ വോളിയത്തിൽ നിന്നും ഈ 4 ഡിപ്രഷൻസിന്റെ വോളിയം എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓക്കെ, ഈ 4 ഡിപ്രഷൻസ് എന്ത് ഷേപ്പിലാണ്? കോണിക്കൽ ഷേപ്പിലാണ്. സോ സിമ്പിൾ ആണ്. നമുക്ക് എഴുതുക എങ്ങനെയാണ്? വോളിയം ഓഫ് വുഡ്. ഓക്കെ, വോളിയം ഓഫ് വുഡ് in the entire stand. Volume of wood in the entire stand. Okay, entire stand is equal to ഏത് രീതിയിൽ എഴുതാം? volume of cuboid, volume of cuboid. Okay, cuboid minus. Okay, minus എത്ര വട്ടം? എത്ര ഡിപ്രഷൻസ് ഉണ്ട്? 4 വട്ടം. 1 2 3 4. ഓക്കെ, അപ്പോഴത്തെ 4 വട്ടം നമ്മൾ എന്ത് കുറയ്ക്കണം? ഡിപ്രഷന്റെ വോളിയം കുറയ്ക്കണം. വോളിയം ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോണിക്കൽ എന്ന് എഴുതാം. വോളിയം ഓഫ് കോണിക്കൽ ഡിപ്രഷൻസ്. ഓക്കെ, വോളിയം ഓഫ് കോണിക്കൽ ഡിപ്രഷൻസ്. ഓക്കെ, തെറ്റരുത്. നെക്സ്റ്റ് ഇനി ശ്രദ്ധിക്കുക, ക്യൂബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഉണ്ട്. സോ L into B into H. ഓക്കെ, LBH, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് മൈനസ് 4 into ഒരു കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 pi r square h. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതുന്നു 1/3 pi r square h. ഓക്കെ, ഈ h എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 2 h വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എഴുതുമ്പോൾ ഈ 2 h വരുന്നത് കൊണ്ട് തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ആരുതാണ്? ക്യൂബോയിഡിന്റെ. അല്ലെങ്കിൽ നിങ്ങൾ h1 h2 എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇത് ആരുതാണ്? കോണിന്റെതാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ അത് സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. നമ്മൾ സർഫസ് ഏരിയയുടെ ക്വസ്റ്റ്യൻസിൽ ചെയ്തപ്പോഴൊക്കെ നമുക്ക് എല്ലാം സെയിം ഹൈറ്റ്, സെയിം റേഡിയസ് എന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ടൊന്ന് പോകുമ്പോൾ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ രീതിയിലായിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ട്വിസ്റ്റഡ് ആൻഡ് ട്രിക്കി ആവും. ഓക്കെ, അപ്പോൾ LBH minus 4 into 1/3 pi r square h എന്നുള്ള രീതിയിൽ നമുക്ക് കോമൺ എടുക്കാനൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് ഇവിടെ ശ്രദ്ധിക്കാം എങ്ങനെ എഴുതാൻ പറ്റും? 15 into 10 into 3.5. ഓക്കെ, മൈനസ് 4 into 1/3 into ഞാൻ ഇവിടെ ഇതിന് പകരം 22/7 കൊടുക്കുകയാണ് ഇൻറ്റു r സ്ക്വയർ. r എന്ന് പറഞ്ഞാൽ 0.5. അപ്പൊ ഞാൻ ഒരു ഫ്രാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് എന്നാണ് അർത്ഥം. സോ ഞാൻ 1/2 into 1/2 0.5 the whole square. So 0.5 into 0.5 which is equal to 1/2 into 1/2 into height of the cone. കോണിന്റെ ഹൈറ്റ് എത്രയാണ്? 1.4. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുമ്പോഴത്തേത് എവിടെ ശ്രദ്ധിച്ചേ? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് മാറിയ ഒരു നമ്പർ ഉണ്ട്, അതായത് 3.5. ഈ 10നെ നമ്മൾ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 35 എന്ന് കിട്ടും. സോ നമുക്ക് 35 into 15 എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 525. ഓക്കെ, ഇനി മൈനസ് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ളതെല്ലാം വെട്ടിക്കളയാം. നോക്കുക, ഇവിടെ ഒരു 2
2 into 2 അതായത് 4. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും വെട്ടിപ്പോയി. ഇനി നമുക്ക് ആരാണ് വെട്ടാൻ പറ്റുന്നത് നോക്കിക്കേ. ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 1.4 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ 0.2 എന്ന് എഴുതാൻ കഴിയും ആണല്ലോ. 7ഉം ഈ 1.4ഉം കൂടെ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് 0.2 എന്ന് എഴുതാം. അപ്പോഴത്തേക്കും ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാർട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1.47 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 525 minus 1.47 which is equal to 523.53. ഓക്കെ, ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓക്കെ 523.53 നമ്മളിവിടെ എന്താണ് കാണുന്നത്? വോളിയം ആണല്ലോ. നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻസ് എല്ലാം എന്താണ്? സെന്റിമീറ്റർ. സോ വി ക്യാൻ സേ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ,